ഹലോ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇതൊരു മലയാളം മൂവിയാണ്. ഒരു കുഞ്ഞു വിശേഷം എങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതെ, പേര് പോലെ തന്നെ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന അപ്പോൾ ചിത്രത്തിൻ്റെ പേരാണ് വിശേഷം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത് സൂരജ് ടോമാണ്. അദ്ദേഹം ഒരു പുതുമുഖ ഡയറക്ടർ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. റേറ്റിംഗ് ചെയ്തുള്ള ആനന്ദ് മധുസൂദൻ തന്നെയാണ്. കാശി നോക്കി കഴിഞ്ഞാലും ആനന്ദ് മധുസൂദൻ എന്ന് പറയുന്ന പുതുമുഖ ഒരു നടനാണ്. അപ്പോൾ ആ വ്യക്തിയെ നമുക്ക് റേറ്റ് ചെയ്യുന്ന നടനെ കൂടി വീണ്ടും കിട്ടിയിരിക്കുന്നു. ചിന്നു ചാത്രിയാണ് ഇതിൽ മറ്റൊരു കഥാപാത്രമായി ചെയ്തിട്ടുള്ളത്. അൽതാഫ് സലീം, ജോണി ആൻ്റണി തുടങ്ങിയും പ്രധാനപ്പെട്ട താരങ്ങളായി വരുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളൊക്കെ വന്ന് പോകുന്ന ചിത്രം തന്നെയാണ് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞുള്ള മൂവി. ആ വിശേഷത്തിൻ്റെ വൺ ലൈൻ സ്റ്റോറി നോക്കി വെച്ചാൽ നമുക്കറിയാം വിശേഷം എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതായത് കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ചോദ്യമുണ്ടാകും, വിശേഷമൊന്നും ആയില്ലെന്ന്. അത് തന്നെയാണ് ഇതിൻ്റെ സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നമുക്കിതിൽ പോസിറ്റീവ് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യം ഇതിൻ്റെ ഒരു ടൈറ്റിലാണ്. കാരണം ഇതിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളുടെ പേരും ടൈറ്റിലും അധികം ബോറടിപ്പിക്കാൻ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നായകനെ പരിചയപ്പെടുത്തുന്ന നമ്മൾ ഇതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളാണ് ഇതിലെ നായകനും നായികയും ഓരോ വ്യക്തികൾ തന്നെയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തെ പയ്യൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനായ ആനന്ദ് മധുസൂദനൻ പുതുമുഖ നായകൻ എന്ന് പറയുന്നു. നിങ്ങൾക്കേറെ പരിചയമുള്ള നായിക ചിന്നു ചാന്ദിനി എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഭയങ്കര വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ആയിട്ട് വരുന്ന ഒരു ടൈറ്റിലും ഇൻട്രൊഡക്ഷനൊക്കെയാണ് കൊടുത്തുള്ളത് തുടക്കം തന്നെ. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അടിക്കുന്നത്. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാരഡ് സ്കോറിനൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിക്കപ്പുറത്തും അത് വിജയിച്ചു. നമ്മളിതിൽ ഇപ്പോൾ നേരെ സ്റ്റോറിയോട്ട് കിടക്കുന്ന നമ്മുടെ കഥാനായകൻ ഇതിൽ ഡൈവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കഥാനായികയും ഡിവോഴ്സ്. അപ്പോൾ ഈ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. അതായത് തൻ്റേതല്ല കാരണത്താൽ രണ്ട് വ്യക്തികൾ വേറെ പിരിയുന്നു. പിന്നീട് കുറേ കാലശേഷം വിവാഹം കഴിക്കുന്നു. ആ വിവാഹശേഷം മറ്റുള്ള വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താ ഈ വിശേഷമൊന്നും ആയില്ലെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പരിധി വരെയും അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മലയാള സിനിമ ഇതുവരെ സംസാരിച്ചില്ലാത്തതുകൊണ്ടും മികച്ചൊരു ഫീൽ തന്നെയാണ് ലഭിച്ചത്. അതായത് നമുക്കൊരു വ്യക്തി, അതായത് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കും പ്ലസ് ടു എവിടെയാണ് ചെയ്യുന്നത് ചോദിക്കും. പ്ലസ് ടു കിട്ടി കഴിഞ്ഞാൽ ഏതാ സബ്ജക്റ്റ് ചോദിക്കും. സബ്ജക്റ്റ് ജയിച്ച് കഴിഞ്ഞാൽ ചോദിക്കും ഡിഗ്രി എന്താണ് ഇനി അടുത്ത പ്ലാൻ ചോദിക്കും. ആ പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കും ഇനിയിപ്പോൾ ജോലിക്കൊന്നും പോകണില്ലെന്ന്. ജോലി കഴിഞ്ഞ് ചോദിക്കും കല്യാണമൊന്നും ആയില്ലെന്ന്. കല്യാണം കഴിഞ്ഞ് ചോദിക്കും ഇനി കുട്ടികളൊന്നും ആയില്ലെന്ന്. അത് കഴിഞ്ഞത് റിപ്പീറ്റ് അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സൈക്ലിംഗ് ആണ്. അപ്പോൾ ഈ സൈക്ലിംഗ് യൂസ് ചെയ്ത് വേണ്ടിയിട്ട് കല്യാണശേഷം വിവാഹം ഒന്നും ആയില്ലേ, അല്ല വിശേഷമൊന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഇതിന് പ്രധാനമായും സബ്ജക്റ്റായി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെയാണ് അവരെടുത്ത് വെച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ നോക്കിയാൽ അത്യാവശ്യം നല്ല കോമഡീസും കാര്യങ്ങളൊക്കെ മികച്ച തന്നെ രീതിയിൽ തന്നെ ചെയ്തു. അതായത് അൽത്താഫിൻ്റെ കോമഡിയും അതുപോലെ തന്നെ ഇതിൽ അളിയനായി വരുന്ന കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ കഥാനായകൻ മടക്കം ഭയങ്കര കോമഡി രൂപത്തിലാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് സീരിയസ് റോൾ ആവേണ്ട സമയത്ത് സീരിയസും അതുപോലെ തന്നെ കോമഡി റോൾ ആവേണ്ട സമയത്ത് കോമഡിയും. എടുത്തു പറഞ്ഞ ചിന്നു ചാന്ദിനി എന്ന് പറയുന്ന നടിയുടേതാണ്. കാരണം ഇതിൽ ഓവറായിട്ട് തടിച്ചിട്ട ഉള്ളൊരു കഥാപാത്രമാണ് കൊണ്ടുവന്നത്. പക്ഷേ തടിയെ കുറിച്ച് ഞാൻ കളിയാക്കിയതല്ല, പക്ഷേ ഈ കഥാപാത്രത്തിന് അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അത് മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പോലീസ് കോൺസ്റ്റബിൾ വേഷത്തിലാണ് ആ വ്യക്തി വന്നിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തിയുടെ ഇമോഷൻ സീൻസൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ചെറിയ സ്പേസിലേക്ക് കാണിക്കുന്നുള്ളൂ. അത് നല്ല മികച്ച രീതി തന്നെ എടുത്തു പറയേണ്ടതാണ്. അതിന് സപ്പോർട്ടായിട്ട് ഇതിൽ ഏകദേശം എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിൽ ഏകദേശം 2 പാട്ടുകളാണ് വന്നിട്ടുള്ളത്. 2 പാട്ടുകളും ഒരു കിടലും ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ട്. മികച്ചൊരു പാട്ടുകൾ തന്നെയാണ് എടുത്ത് പറയാൻ സാധിക്കും. കാരണം എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്, ഒരു പുതിയൊരു വൈബ്. കാരണം പുതുമുഖ താരങ്ങളൊക്കെ ആണെങ്കിൽ പോലും ആ പുതിയൊരു പുതുമുഖ വൈബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പുതിയതായത് ആണെങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കണ്ടിരിക്കാൻ തോന്നും. കാരണം ഒട്ടും തന്നെ അവിടെയും മടുപ്പിക്കുന്നില്ല. കാരണം ആ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ നായകനെ കണ്ടാലും അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ എങ്കിൽ പോലും അധികമാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ചെറിയ നായകനാണെങ്കിൽ നമുക്കറിയാത്ത താരങ്ങളാണെന്ന് വിചാരിച്ച് കാണാണ്ടിരിക്കരുത്. കാരണം മികച്ച ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഫീൽ ഗുഡ് ചിത്രം തന്നെയാണ് വിശേഷിക്കാൻ സാധിക്കും. കാരണം കോമഡീസ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി. കാരണം നമ്മൾ കാണാത്ത പുതിയ ഫ്രഷ്നസ് കോമഡീസും എല്ലാ രീതികളും, കാരണം സിറ്റുവേഷൻ കോമഡികളാണ്. അത് മികച്ച രീതിയിൽ തന്നെ ഓരോ വ്യക്തികളും ചെയ്തു. കാരണം എടുത്തു പറഞ്ഞതിൽ നായകൻ കഥാപാത്രം ചെയ്ത ആനന്ദ് മധുസൂദൻ എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ് ആ ഒരു മികച്ചൊരു പ്രകടനത്തിനാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും, അതായത് പ്രകടനത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എടുത്തു പറയണം. അതുപോലെ തന്നെ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ, പാട്ടുകൾ, പശ്ചാത്തലമായി വരുന്ന
ബാരൽ സ്കോർ എല്ലാ കാര്യങ്ങളും ഒരു മികച്ച രീതിയിൽ തന്നെയാണ് വിശേഷം കൊണ്ടെത്തിച്ചത്. അപ്പോൾ നേരെ സെക്കൻഡ് ഹാഫിലോട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഇമോഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ ഈ ഹോസ്പിറ്റലിലെ ചതികളും പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അവിടെയും കുറച്ചുകൂടി ഇമോഷൻസിനാണ് സെക്കൻഡ് ഹാഫിൽ പ്രാധാന്യം നൽകുന്നത്. അത് നല്ല വേണ്ട രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകർ നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് വീണ്ടും ഫീൽ ഗുഡിൽ നിന്നും മറ്റൊരു ഫീൽ ഗുഡിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് തന്നെയാണ് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഓവർ ടെൻഷൻ അടിക്കാനോ അതായത് വലിയ ത്രില്ലിങ് എലിമെൻസോ കാര്യങ്ങളൊന്നും ഒരു കുഞ്ഞു സിനിമ, കാരണം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏജ്ഡ് ആയിട്ട് കുറച്ച് അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹം കഴിക്കുന്നവരോടുള്ള ചോദ്യം, അത് ഏജ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ പോലും ഈ കല്യാണശേഷം ഉള്ളൊരു ചോദ്യം തന്നെയാണ്. വിശേഷമൊന്നും ആയില്ലേ എന്താണ് ചോദിക്കാറുണ്ട്, ആർക്കാണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് മറ്റൊരു സബ്ജക്റ്റിലോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടില്ല. എന്താണ് ഇതിൽ നമുക്ക് പറയാൻ വേണ്ടി ഉള്ള കാര്യം അത് വ്യക്തമായി തന്നെ അടിവരയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊരു മികച്ച ഒരു ക്വാളിറ്റി തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അവരുള്ള എല്ലാത്തിലും ഒരു ഡിഫറൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് സൂരജ് ടോമിനും അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിച്ച മറ്റെല്ലാവർക്കും മികച്ചൊരു കൈയടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശേഷം ഒരു ഏവറേജിന് മുകളിൽ നിൽക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും വിശേഷത്തെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളൂ. എന്താണ് വിശേഷത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക, കാണത്തിലുണ്ടെങ്കിൽ കണ്ടവരോട് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നവരെയും കാത്തിരിക്കുക. ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂ വരുന്നവരെയും കാത്തിരിക്കുക. ബൈ ബൈ ഫ്രണ്ട്സ്.